വാർത്തകൾ തുടരുന്നു. കൊയിലാണ്ടി ഏളാട്ടേരി അരുൺ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ പി ജയചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ സെക്രട്ടറി മധു കിഴക്കേൽ ഉദ്ഘാടനം ചെയ്തു. പ്രണയവും ദുഃഖവും വിരഹവും വിഷാദവും സ്ഫുടമായ അക്ഷരങ്ങളിലൂടെ വരികളിൽ ലീനമായ ഭാവത്തെ ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മലയാള സിനിമാ ലോകം 6 പതിറ്റാണ്ട് കാലം അടക്കിവാണ ഗായകദ്വന്ദ്വങ്ങളിൽ രണ്ടാമനായാണ് ജയചന്ദ്രനെ അടയാളപ്പെടുത്തിയതെന്നും പ്രണയാർദ്രമായ ജയചന്ദ്രന്റെ ശബ്ദം സിനിമാ ഗാനമേഖലയിൽ വേറിട്ടു നിന്നു. ശബ്ദത്തിലെ പക്വതയും ഗരിമയും ജയചന്ദ്രൻ എന്ന ഗായകനെ വേറിട്ടു നിർത്തി. ഏത് ഗാനാലാപന വേളയിലും തൻ്റേതല്ലാത്ത പാട്ടുകൾ പാടാനാണ് ജയചന്ദ്രൻ പ്രാമുഖ്യം നൽകിയത്. ജയചന്ദ്രൻ എന്ന ഗാനനദിയുടെ ഒഴുക്ക് നിലച്ചുവെങ്കിലും സംഗീതം സചേതനമായി നിൽക്കുന്ന കാലത്തോളം ജയചന്ദ്രന്റെ സ്മരണ അറ്റുപോകാതെ കാലം കാത്തു സൂക്ഷിക്കും. മധു മാസ്റ്റർ കൂട്ടിച്ചേർത്തു. ലൈബ്രറി പ്രസിഡന്റ് NM നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി E നാരായണൻ, K ജയന്തി, K ദാമോദരൻ, N ശ്രീധരൻ, K റീന, TM ഷീജ എന്നിവർ സംസാരിച്ചു. അനുസ്മരണത്തോടനുബന്ധിച്ചുള്ള ജയഗീതം പരിപാടിയിൽ താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 17 ഗായകർ ജയചന്ദ്രന്റെ പാട്ടുകളിലൂടെ സ്മരണാഞ്ജലി അർപ്പിച്ചു. ലൈബ്രറിയിൽ സുരക്ഷാ പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ രോഗികളെ പരിശോധിച്ചു. ഫലം രേഖപ്പെടുത്തി നൽകുന്ന ഹെൽത്ത് കാർഡ് വടക്കേടത്ത് ശ്രീധരൻ നായർ ലൈബ്രറി പ്രസിഡന്റിന് കൈമാറി. ആത്മീയ ഗുരുവാണ് ദേവരാജ മാഷ്. പക്ഷെ നമ്മൾ അവരുടെ വഴി ഏതാണെന്ന്, അവരുടെ മനസ്സേതാണെന്ന് തിരിച്ചറിയാതെ മറ്റെല്ലാ കാര്യത്തിലും എന്നപോലെ അപ്പേരിലും തർക്കിച്ചുകൊണ്ടിരിക്കുന്നു, കലഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ജയചന്ദ്രൻ എന്തുകൊണ്ട് വ്യത്യസ്തനാകുന്നു, അത് പ്രധാന ചോദ്യമായിട്ട് എനിക്ക് തോന്നി. ജയചന്ദ്രൻ വ്യത്യസ്തനാകാനുള്ള നിശ്ചിതമായ ചില കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം ആരെയും അനുകരിക്കാതെ സ്വന്തമായ ഒരു ശൈലി, സ്വന്തമായ ഒരു രീതി ആവിഷ്കരിച്ച് നടപ്പാക്കിയ ഒരു ഗായകനാണ്.